യെസ്, അങ്ങനെ എല്ലാവരും ചോദിക്കുന്നത് പോലെ ഒരു സ്ഥിരം ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു കാർ കെയർ കിറ്റ് എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഞാൻ ഒരുപാട് നാളായിട്ട് പല പ്രോഡക്റ്റുകളും യൂസ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവർക്ക് സപ്ലൈ ചെയ്യുന്ന സപ്ലയറുടെ നിന്ന് ഡയറക്റ്റ് ഞാനിപ്പോൾ സോഴ്സ് ചെയ്തിരിക്കുകയാണ്. അതായത് പലരും എന്നോട് ചോദിച്ചിട്ടുള്ളത് പോലെ നല്ലൊരു ഷാമ്പു ഏതാണ്, നല്ലൊരു വാഷിങ്ങിൻ്റെ ക്ലോത്ത് ഏതാണ്, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. എന്നാൽ ഇതെല്ലാം കൂടി അടങ്ങുന്ന ഒരു കാർ കെയർ കിറ്റായാലോ? യെസ്, ഞാൻ ദേ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളൊരു 3 വാഷ് ചെയ്യാൻ വേണ്ടി പുറത്ത് കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഈ ഒരു കാർ കെയർ കിറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. 8 പ്രോഡക്റ്റ് അടങ്ങിയൊരു ബോക്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 8+1 ഉണ്ട്, 1 ഫ്രീ ആണ്. അപ്പം എന്താണ് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Explorer. ഓക്കെ, അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് ഇവനെ അൺബോക്സ് ചെയ്യാം. ഇവനാണ് നമ്മുടെ ഐറ്റം. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്കാദ്യം ഇതിനകത്ത് അത്യാവശ്യത്തെ ഇങ്ങനെ വെച്ചിരിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് കാണാം. ദേ ഇവനാണ് നമ്മുടെ ആദ്യത്തെ വാഷ് പ്ലസ് വാക്സ് ആണ് വരുന്നത്. അതായത് ഈ ഒരു ലിക്വിഡിൻ്റെ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുള്ളൊരു പ്രോഡക്റ്റാണെന്ന് തന്നെ ഞാൻ പറയാം. അപ്പോൾ ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്തൊരു സീല് വരുന്നുണ്ട്. ഈ സീല് നമ്മൾ ജസ്റ്റ് ഊരി മാറ്റി വെക്കുക. ഒന്നെങ്കിൽ ഇത് തിരിച്ച് വെക്കാം, അല്ലെങ്കിൽ കളയാം, കുഴപ്പമില്ല. അതിനുശേഷം 2 ക്യാപ്പ് ലിക്വിഡ്, 1/4 ബക്കറ്റ് വെള്ളത്തിന് 2 ക്യാപ്പ് ലിക്വിഡ്. നല്ല കട്ടിയാണ് ഈ ലിക്വിഡ്. 2 ക്യാപ്പ് കൂടുതലാണ്, എന്നാലും 2 ക്യാപ്പ് ഒഴിക്കുന്നത് നല്ലതാണ്. 1 ക്യാപ്പ്, ഇനി 2 ക്യാപ്പ്. യെസ്, 2 ക്യാപ്പ് ലിക്വിഡ് ഒഴിച്ചു. എന്നിട്ട് ഈ ക്യാപ്പ് ഞാൻ ഈ വെള്ളത്തിലൊന്ന് മുക്കി ക്ലോസ് ചെയ്യാം. ഓക്കെ, നന്നായിട്ടൊന്ന് പതപ്പിക്കണം. യെസ്, നിങ്ങൾക്കിത് കാണാൻ സാധിക്കും, നന്നായിട്ട് ഇത് പതഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച് യൂസ് ചെയ്തുകൊണ്ട് തന്നെ വാഹനം മുഴുവൻ നല്ല നീറ്റാക്കാൻ സാധിക്കുന്നുണ്ട്. ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വാഹനം ഫുള്ള് വെള്ളം ഒഴിച്ചത് ഇതുപോലെ വെള്ളം നനച്ച് നന്നായിട്ടൊന്ന് ചെളിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇളകത്തക്ക രീതിയിൽ ഒന്ന് വെള്ളം ഒഴിച്ചിടുന്നത് അത്യാവശ്യമാണ്. ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഫുള്ള് ബോഡി നനയ്ക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നനയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒന്ന് നനഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു സൈഡ് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡും കൂടെ കഴിഞ്ഞിട്ട് തിരിച്ച് ഈ ഒരു സൈഡ് വരുമ്പോൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ടോ, ഏറ്റവും നല്ലത് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തടവി ഒന്ന് വിടുന്നത് നല്ലതാണ്. കാരണം കട്ടിയായിട്ടുള്ള പോർഷൻസ് എന്തെങ്കിലും ചെളിയോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിടുക. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വീടില്ല. നമ്മൾ സാധാരണ ക്ലോത്തൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് സ്ക്രാച്ചസോ ഒക്കെ വരുന്നത്. ഇതാകുമ്പോൾ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് എക്സ്ട്രായും കൂടെ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇത് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിട്ടാൽ മതി. ഫുള്ളൊരു റൗണ്ട് ഒന്ന് ഓടിച്ച് വിടുക. ഇത് വാഹനം സ്നേഹിക്കുന്നവരും അതുപോലെ നല്ല നീറ്റായിട്ട് നോക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് പറഞ്ഞത്. സാധാരണ രീതിക്ക് വാഷ് ചെയ്താൽ മതിയെങ്കിൽ ജസ്റ്റ് വെള്ളം ഒഴിക്കുക. അതിനുശേഷം മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്ത് ഫുള്ള് ഷാമ്പു ചെയ്യുക. പക്ഷേ വെള്ളം ഒഴിക്കാൻ മറക്കരുത്. ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് ബോഡി ഒന്ന് നനച്ചിടുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഷാമ്പു ചെയ്യാവുള്ളൂ. അടുത്ത് വരുന്നതാണ് നമ്മുടെ ടയർ പോളിഷ്. ബോഡി ഫുള്ള് കംപ്ലീറ്റ് ആയതിനു ശേഷം വേറൊരു ക്ലോത്തോ അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും തുണി കൊണ്ട് മാത്രം നിങ്ങൾ ടയർ വാഷ് ചെയ്യാവുള്ളൂ. ടയർ വാഷ് ചെയ്യുന്ന ക്ലോത്ത് കൊണ്ട് ഒരു കാരണവശാലും ബോഡിയോ ഗ്ലാസോ ഒന്നും തന്നെ തുടയ്ക്കാൻ പാടില്ല. ഇതിന് സെപ്പറേറ്റ് 2 ക്ലോത്ത് വെക്കാമെന്നുണ്ടെങ്കിൽ നല്ല. അത് ഏതെങ്കിലും പഴയ ക്ലോത്ത് മാത്രം യൂസ് ചെയ്യുക. ടയർ ഞാൻ ഈ കാണിക്കുന്ന പോലെ നല്ല വൃത്തിയാക്കുക. ആ കൂട്ടത്തിൽ വീൽ കപ്പോ ഇനിയിപ്പോൾ നിങ്ങളുടെ ഇരിക്കുന്ന ഒരു അലോയ് വീലോ ആണെങ്കിലും അതും കൂടെ ഇതുപോലെ ക്ലീൻ ചെയ്ത് വേണം. നമ്മുടെ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന ആ ഷാമ്പു കൊണ്ട് മാത്രം ടയർ വൃത്തിയാക്കാവുള്ളൂ. നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് കഴുകിക്കണം. ഇനി അടുത്ത് വരുന്ന 1, 2, 3, 4, 5 ടാബ്ലറ്റ്സ് വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ്സിൽ വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓരോ ടാബ്ലറ്റുകളാണ്. ഈ ഒരു ടാബ്ലറ്റ് നമ്മൾ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ്സിലെ വെള്ളം ഫില്ല് ചെയ്യുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഒരെണ്ണം ഇട്ട് വിടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നോർമലി ഒരു 3 മാസം വരെയൊക്കെ ഒരു ടാബ്ലറ്റ് ഓടും. നിങ്ങൾ ഫ്രീക്വൻറ്റ് ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ ഒരു 1.5-2 മാസം വരെ, എനിക്കൊരു 2 മാസം വരെയൊക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. 5 എണ്ണം ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വരുന്നുണ്ട്. ഇനി അടുത്ത് വരുന്നതാണ് ഒരു ഫോം പാഡ്. ഇതൊരു ഫോം പാഡാണ്. എന്തിനാണ് ഈ ഫോം പാഡ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ടയർ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക്, അതായത് ഈ കറുത്തൊരു ഫോം പാഡ് വരുന്നത്. ടയറെല്ലാം വാഷ് ചെയ്ത് നല്ല നീറ്റ് ആക്കിയെങ്കിൽ പോലും പിന്നെ എന്ത് ഇത് കണ്ടോ ഒരു ചെളി പിടിച്ചിരിക്കുന്ന ഫീലോ അല്ലെങ്കിൽ എന്തോ ഒരു രീതി ഇരിക്കുന്നത്, ഇതിനാണ് നമ്മൾ ടയർ പോളിഷ് യൂസ് ചെയ്യുന്നത്. ഞാനിത് പൊട്ടിച്ച് ഇത് അപ്ലൈ ചെയ്യേണ്ട രീതിയും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു ബ്ലാക്ക് പാഡിലോട്ട് കുറച്ച് ഒരു ഏകദേശം ഇത്രയും മതി, 200 ml ആണ് ഇത് വരുന്നത്. എന്നിട്ട് നമ്മളൊന്ന് അത്യാവശ്യം ഈ പാഡിലോട്ടൊന്ന് ആക്കിയിട്ട് എല്ലായിടത്തും ഒന്ന് തൊട്ട് കൊടുക്കണേ. യെസ്, അതിനുശേഷം നമ്മളിതൊന്ന് പോളിഷ് ചെയ്യുക. ഇതുപോലെ 4 ടയറിലും ചെയ്യുക. ഇപ്പം നല്ല കറുത്ത്
നല്ല ലുക്കിൽ ഈ ടയർ ഇരിക്കുന്ന കാണാൻ സാധിക്കും. പെട്ടെന്നൊന്നും വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ പോവില്ല, അതുപോലെ ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ്. ഇനി അടുത്തത് വരുന്നതാണ് ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത്. ഇതൊരു സെക്കൻഡറി ക്ലോത്താണ് വരുന്നത്. അതായത് ഇത് ശരിക്കും നമ്മുടെ വാഹനത്തിനെ ഫോം ചെയ്യിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യേണ്ട ഒരു 40x40 സൈസ് വരുന്ന ഒരു മൈക്രോ ഫൈബർ ക്ലോത്താണ്. ഇത് നമുക്ക് വാഹനത്തിനെ ഷാമ്പു ചെയ്യിക്കാൻ വേണ്ടി, അതായത് ഈ ഒരു ലിക്വിഡ് മിക്സ് ചെയ്തതിന് ശേഷം അത് വാഹനം ഫുള്ള് ഷാമ്പു ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ക്ലോത്താണിത്. മൈക്രോ ഫൈബർ ക്ലോത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തന്നെ വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ വീടില്ല. അപ്പോൾ ഇത് മെയിൻ ക്ലോത്ത് അല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇത് ഞാനങ്ങ് മാറ്റി. ഇനി വരുന്നതാണ് നമ്മുടെ ഡാഷ് ബോർഡ് പോളിഷ്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഹാർഡ് മെറ്റീരിയലാണ്. അതായത് ഹാർഡ് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിച്ച് വേറെ ഒന്നും കൊണ്ടില്ല, തിക്കൊരു മെറ്റീരിയലാണ്. വളരെ കുറച്ച് മാത്രം വേണ്ടി വരുന്നുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ഡാഷ് ബോർഡ് പോളിഷ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. അത്യാവശ്യം നല്ല തിക്കാണ് ഈ മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേറ്ററിലോട്ട് കുറച്ചത് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുലുക്കുക. ഒരു പൊട്ട് അല്ലെങ്കിൽ ഒരു 2 പൊട്ട് മതി. നല്ല മെറ്റീരിയലാണ്. അത് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഡാഷ് ബോർഡിലെല്ലാം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ 1, 2 ഇങ്ങനെ സ്പോട്ടുകളൊന്ന് ചെയ്ത് വെക്കുക. ഡാഷ് ബോർഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാവുള്ളൂ. ഞാൻ എല്ലാം കാണിച്ച് പോകാത്തതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി. നല്ല രീതിക്ക് നമുക്ക് തിളക്കം കിട്ടുന്നതായിരിക്കും. കാണാൻ നല്ല ഫ്രഷ് ലുക്കായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. നല്ലൊരു സ്മെല്ല് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ബ്ലെൻഡായി വരുന്നത്. കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് ഡാഷ് ബോർഡ് പോളിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേറ്റർ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേറ്റർ നമുക്ക് അതിന് വേണ്ടിയിട്ട് വരുന്നതാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ താരം, അല്ലെങ്കിൽ നമ്മുടെ വാഹനം ഏറ്റവും അത്യാവശ്യമുള്ള ക്ലോത്ത്. ഇതൊരു നോർമൽ മൈക്രോ ഫൈബർ ക്ലോത്ത് അല്ല നിങ്ങളീ കാണുന്നത്. കുറച്ചുകൂടെ ഒന്ന് അടുത്ത് കാണിച്ചു തരാം. കാണാമോ? ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിൻ്റെ തിക്നെസ് അറിയാൻ സാധിക്കും. ഇത് 1200 GSM വരുന്ന മോഡലാണ്. നമുക്കിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല രീതിക്ക് വെള്ളം അബ്സോർബ് ചെയ്യുന്നതാണ്. അതായത് ഇത് നമ്മുടെ വാഷിങ് കഴിഞ്ഞ് വാഹനം ഫുള്ളായിട്ട് തുടയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നന്നായിട്ട് നിങ്ങൾക്ക് ഇത് ട്വിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു രീതിക്കുള്ള പ്രശ്നമോ കാര്യങ്ങളോ വരുന്നതല്ല. ഇനി ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജാണ് ഞാനിപ്പോൾ പറഞ്ഞത് മൊത്തം. ഇതിന് നല്ല രീതിക്ക് ലൈഫും കിട്ടുന്നൊരു പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇനി പരിപാടി എല്ലാം കഴിഞ്ഞത് നമ്മുടെ മെയിൻ മൈക്രോ ഫൈബർ ക്ലോത്ത്. ഒരു രക്ഷയില്ലാത്തൊരു ക്ലോത്താണ്. ജസ്റ്റ് ഒന്ന് തുടച്ച് വിടുക. ഇത് ഇച്ചിരി ഹാർഡായിട്ട് തുടച്ചെന്ന് പറഞ്ഞാലും വേറെ കുഴപ്പങ്ങളൊന്നും വരാനില്ല. നല്ല രീതിക്ക് ഇത് ഡ്രൈ ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു ക്ലോത്തിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആരെയും ഞാൻ കുറ്റമായിട്ട് പറയുന്നല്ല, എന്നാലും നമ്മുടെ വാഹനം നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരു ക്ലോത്ത് കൊണ്ട് മാത്രമായിരിക്കും നമ്മുടെ വാഹനം സ്ഥിരം ചെയ്യുന്നത്. പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ വാഹനത്തിനും ഓരോ ക്ലോത്ത് വെച്ച് എടുക്കൽ നടക്കത്തില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ നിന്ന് മേടിക്കുന്ന ആ ഒരു 600 രൂപ അല്ലെങ്കിൽ 500 രൂപയ്ക്ക് അവർക്കത് മുതലാകില്ല. അപ്പം അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ സ്വന്തം മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഒഴിവാകുന്നതായിരിക്കും. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തവണയെങ്കിലും അറിയാതെ ഈ ക്ലോത്ത് താഴെ പോകുന്നത് ശരിയാണ്. നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് പിന്നെ തുടക്കത്തുള്ളൂ. പുറത്ത് അവർക്ക് ആ ഒരു സമയം കിട്ടിയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഷൈനിങ് ഫീൽ നമുക്ക് കിട്ടുന്നത് കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ കൂടി ഒരു കോംബോ പാക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ നിങ്ങളെ 8 പ്രോഡക്റ്റാണ് കാണിച്ചിരിക്കുന്നത്. 9ാമത്തെ പ്രോഡക്റ്റ് എന്താണ് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, പലരും പറയുന്നൊരു കാര്യമാണ് വാഷിംഗ് കഴിഞ്ഞ് ഒരുപാട് വാട്ടർ സ്പോട്ട് നമ്മുടെ വാഹനത്തിൽ വരുന്നുള്ളൊരു കാര്യം. അത് ശരിക്കും വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. പല സ്ഥലങ്ങളിലും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ക്ലോറിനുള്ള വെള്ളമാണെന്നാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരുന്നത്. പക്ഷേ വീടുകളിലെ വെള്ളത്തിൽ, അതായത് കിണറ്റിലൊക്കെ സാധാരണ ഈ ഒരു പ്രശ്നം വരാറില്ല. എന്നാലും കൃത്യമായി വാഷിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ തുടച്ചെടുക്കാൻ ശ്രമിക്കുക. ഒരുപാട് നേരം ഇട്ടേക്കരുത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1599 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് എല്ലാം കിട്ടുന്നതാണ്. പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാനിപ്പോൾ വളരെ കൃത്യമായിട്ട് ഓരോന്നായിട്ട് അത് കാണിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും സംശയം കൂടെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കാര്യങ്ങൾ കൂടെ പറയുക. ഈ കാണുന്ന ഒരു കാർ ഹാങ്ങിങ് പെർഫ്യൂമാണ് 9ാമത്തെ പ്രോഡക്റ്റ്. ഇത് ഫ്രീ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഏതായാലും യൂസ് ചെയ്തിട്ട് അഭിപ്രായം ഒന്ന് പറയുക. പണിയെല്ലാം കഴിഞ്ഞ് അവസാനം ഈ ഒരു ക്ലോത്തും നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇട്ടോണം. അത് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യണ്ടേ.